സെറ്റ് ചെയ്യുന്നത്. അപ്പം നല്ല രീതിയിൽ നടക്കാനാണ് ഞാനും പ്രാർത്ഥിക്കുന്നത്. അഥവാ എന്തെങ്കിലും കയ്യിൽ പോയി കഴിഞ്ഞാൽ ഒന്നും ഇതാക്കരുത്. കാരണം നമുക്ക് ഷോർട്ട് ടൈമിലാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്, സെറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്കറിയാലോ, അത് ഭയങ്കര ഒരു സംഭവമാണ്. ഇങ്ങനെ ഒരു വലിയൊരു ടൂർണമെന്റ് അത് ഹോസ്റ്റ് ചെയ്യുന്ന പരിപാടിയിൽ നിൽക്കുമ്പോൾ ഇത് എൻ്റെ കയ്യിൽ നിൽക്കാത്തൊരു സാധനമാണ്. ഞാൻ മനസ്സിലായി ഈ പറഞ്ഞ പോലെ സംഭവങ്ങൾ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോണത്. അപ്പം മനസ്സിലായി അത് നമ്മൾ ചെയ്യുന്നൊരു കാര്യം നല്ല രീതിയിൽ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് അത് എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് എനിക്ക് അറിയത്തില്ല ഈ ഒരു കേസിൽ. അപ്പോൾ ഒരു കൺഫ്യൂഷൻ എനിക്കുണ്ട്. അതെന്തായാലും നല്ല രീതിയിൽ നടക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. സോ നിങ്ങളുടെ സപ്പോർട്ട് ഉറപ്പായിട്ട് കാണണം. നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്ത് എനിക്കറിയാം, എന്നാലും നേരത്തെ കൂടി ഞാൻ പറയുവാണ്. ഓക്കെ, റേഡിയോ ഓർ ഡിസ്കോഡ്? ഐ തിങ്ക് ഇൻഡിവിജ്വലി എല്ലാവരും റെക്കോർഡ് ചെയ്യേണ്ടി വരും. റേഡിയോ യൂസ് ചെയ്യുന്നവർക്ക് റേഡിയോ യൂസ് ചെയ്യേണ്ടി വരും. കാരണം മാർക്ക് ചെയ്യേണ്ട ഓപ്ഷൻസ് റേഡിയോയിൽ തന്നെ മാർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ റേഡിയോ യൂസ് ചെയ്യേണ്ടവർക്ക് റേഡിയോ യൂസ് ചെയ്യാം. പിന്നെ കോളും കാര്യങ്ങളൊക്കെ ഡിസ്കോഡിൽ നിന്ന് കൊടുക്കാം. ബട്ട് ഓഡിയോ അടക്കമുള്ള റെക്കോർഡ് വേണം. അതായത് ഡിസ്കോഡിലുള്ള ഗെയിം ക്യാപ്ചർ പറ്റത്തില്ല, ഡിസ്പ്ലേ ക്യാപ്ചർ ഇട്ട് തന്നെ കളിക്കണം. റൂൾസിന് മുമ്പ് എന്തൊക്കെയാണ് റൂൾസ് എന്നുള്ള രീതിയിലുള്ളവർ തലേന്ന് തന്നെ വാസോണ്ട് ലൈവിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഡിസ്കോഡ്, ടാസ്ക് മാനേജർ, മൊത്തം എല്ലാ കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്യും. അപ്പോൾ മൊത്തം റെക്കോർഡ് PO വേണം. ഇൻ കേസ് ഒരു പ്ലെയറിനെ വിളിച്ചു കഴിഞ്ഞാൽ റെക്കോർഡ് ഇല്ല, അതില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ എൻറ്റയർലി ആ ഒരു മനസ്സിലായി ആ ഒരു സസ് ഉണ്ടെങ്കിൽ തന്നെ അത് ടീമിൽ നമ്മൾ മാറ്റും. അപ്പോൾ അതൊക്കെ നിങ്ങൾ കെയർഫുള്ളായിട്ട് നോക്കുക. റെക്കോർഡ് മസ്റ്റാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരിക കേട്ടോ ഗൈസ്. നമ്മൾ ആരും വിളിക്കാൻ നിൽക്കത്തില്ല, മനസ്സിലാ. അതായത് മാച്ച് ടൈം തൊട്ട് ഷെഡ്യൂൾ ചെയ്ത് ഇട്ടേക്കും. ആ ടൈമിൽ വന്ന് ജോയിൻ ചെയ്യുക, കളിക്കുക. നിങ്ങൾ വരുന്നില്ല, ആരെയും വിളിക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും പേഴ്സണലായിട്ട് വിളിച്ച് വരുത്തി കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കത്തില്ല. കാരണം കഴിഞ്ഞ വട്ടം ടൂർണമെൻറ്റിൽ ഞാൻ എല്ലാവരെയും വിളിച്ച് ഷോട്ടിൽ കയറ്റാൻ വേണ്ടി ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു മാക്സിമം. പക്ഷേ ഈ വട്ടം ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. മാക്സിമം വന്ന് കളിക്കേണ്ടുള്ളവർ വന്ന് കളിക്കുക. ഓക്കെ, ഞാൻ പേഴ്സണൽ നമ്പർ കഴിഞ്ഞ വട്ടം എന്ന് പറഞ്ഞാൽ ഗൈസ്, ഞാൻ പബ്ജി കളിക്കുന്നതിനകത്ത് എല്ലാവരെയും വിളിക്കും ഡിസ്കോഡിൽ നിന്ന്, വന്നില്ല. പക്ഷേ കഴിഞ്ഞ വട്ടം വലിയ പാടില്ലായിരുന്നു. പക്ഷെ ഇവരെല്ലാവരും കൂടി കണക്ട് ചെയ്ത് ഡിസ്കോഡ് ടു സൈറ്റിൽ എങ്ങനെ സൈൻ ചെയ്യുന്നത് പറഞ്ഞു കൊടുക്കുന്നതിൽ കുറച്ച് പാടുപെട്ട്. മനസ്സിലായി, അത് കുറച്ച് പാടുപെട്ട്. പക്ഷേ അതിന് ഞാൻ എല്ലാവരും നമ്പർ ഞാൻ ഇങ്ങനെ നോട്ട് പാഡിൽ എഴുതി വെച്ച് ഇവരെല്ലാവരും ലീഡറിനെ വിളി തന്നെയായിരുന്നു. അയ്യോ, അത് സത്യം പറഞ്ഞത് കഴിഞ്ഞ ടൂർണമെന്റ് ഇരിക്കുന്നമാതിരി ട്രോമ കിടക്കായിരുന്നു. ഇത് ട്രോമ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ഒറ്റയ്ക്കായിപ്പോയി. ഇപ്പോഴാണെങ്കിൽ ഇവരൊക്കെ ഇവരൊക്കെ ഉണ്ടാകും. അത് കഴിഞ്ഞ വട്ടം ഞാൻ ലിറ്ററലി ഒറ്റയ്ക്കായിപ്പോയി, മനസ്സിലായോ. കാരണം നമ്മളെ സീറോ ഡിലയിൽ ഡിസൈൻസും കാര്യങ്ങളും ചെയ്യാൻ പിള്ളേരുണ്ടെങ്കിൽ മൊത്തത്തിലൊരു ഇതുപോലെ ആയി. അപ്പം ഈ വട്ടം അങ്ങനെയല്ല. ഈ വട്ടം എല്ലാവരും, കാരണം ഇത് ഈ ഗെയിം കളിക്കുന്ന എല്ലാവരും കളിക്കുന്നതാണ്. അപ്പം എല്ലാവരും കലാശക്കൊട്ടും കാര്യങ്ങളൊക്കെ കളിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് റൂൾസ് അറിയാമല്ലോ. കാരണം ഒരു ടൈം വെക്കുമ്പോൾ ആ ടൈമിൽ സിറ്റി കയറുക, വന്ന് കളിക്കുക എന്നുള്ള റെസ്പോൺസിബിലിറ്റി നിങ്ങൾ നോക്കുക. ടീം നിങ്ങളുടെ പേഴ്സണൽ ഡിസ്കോഡിൽ ഇരുന്ന് തന്നെ കളിക്കുക. പക്ഷെ നിങ്ങൾ പറയുന്ന കോളും കാര്യങ്ങളൊക്കെ റെക്കോർഡ് വേണം. ഇൻ കേസ് വല്ല മെറ്റയോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ടീമപ്പോ എന്തെങ്കിലും ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ കണ്ണിൽ വന്നു കഴിഞ്ഞാൽ നമ്മളത് വിത്തൗട്ട് ലൈക്ക് മനസ്സിലാവും, POV ചോദിക്കും. POV ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗെയിം ക്യാപ്ചറിൽ ഇട്ടിട്ടാണ് ഓഡിയോ ഇട്ടിട്ട് സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ആ ടീമിനെ കളയുകയും ചെയ്യും, ടീമിൻ്റെ പേര് എടുത്ത് പറയുകയും ചെയ്യും. കഴിഞ്ഞ വട്ടം ടൂർണമെൻറ്റ് നടത്തുന്ന സമയത്ത് മറ്റേ കാര്യങ്ങളെല്ലാം വന്നിട്ട് പോലും നമ്മളത് ലൈവിൽ വിളിച്ച് പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ വട്ടം അങ്ങനെയല്ല. നമ്മൾ വിളിച്ച് ലൈവിൽ പറയും, ഇന്ന ഗ്യാങ് ഇന്ന പോലെ ചെയ്തു എന്നുള്ള രീതിയിൽ പറയും. ഉറപ്പായിട്ട് അത് പറയും. അതിന് ഒരു ഇതും കാണത്തില്ല. കാരണം ഫെയറായിട്ട് കളിക്കുക, ഫെയറായിട്ട് ഇതാക്കുക, ഫെയറായിട്ട് പോവുക. ഓക്കെ, കാരണം ഇതിൽ നിങ്ങൾക്ക് വേറൊരു പരിപാടിയില്ല. ജസ്റ്റ് ടീം സെറ്റാക്കിയാൽ നിങ്ങൾക്ക് വന്ന് കളിക്കുക, പോകാന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ. അപ്പോൾ മാക്സിമം നല്ല രീതിയിൽ ഇവൻറ്റ് എടുക്കുക, പങ്കെടുക്കുക, അതേപോലെ നല്ല രീതിയിൽ ഇവൻറ്റ് കളിച്ചിട്ട് പോകാൻ മാക്സിമം നോക്കുക. അതാണ് പ്ലേയേഴ്സ് ആയിട്ട് നിന്ന് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ബ്രോ സിറ്റി IP മാച്ച് ഒരു മാച്ച് 30 മിനിറ്റ് ആണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതിൽ കൂടുതലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒരു മാച്ച് വരുന്നത് 30 5 സെറ്റ് ഓഫ് സോൺസ് ആയിരിക്കും വരുന്നത് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ എന്തെങ്കിലും ഫർദർ
ചേഞ്ചസ് ഉണ്ടെങ്കിൽ എന്തായാലും ഫ്യൂച്ചർ 2-3 ദിവസം കഴിഞ്ഞിട്ടുള്ള ലൈവിൽ എന്തായാലും അപ്ഡേറ്റ് ചെയ്യും. ഈ ഡിസ്കോഡ് തന്നെ എല്ലാവരും കളിച്ചാൽ പോരെ. ഈ ഡിസ്കോഡിൽ ലിമിറ്റ് ഉണ്ടോ? ഈ ഡിസ്കോഡിൽ എല്ലാവരും വെച്ച് കളിക്കാൻ പറ്റത്തില്ല. ഇത്രയും മെമ്പേഴ്സിൻ്റെ അകത്ത് കൂടുതൽ കയറാൻ പറ്റത്തില്ല. 12 പേര് കൂട്ടിക്കോ. അതിൽ സബ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരാനോ പോകാനൊക്കെ വരാണെങ്കിൽ 12 പേര് വെച്ചിട്ട് ഒന്ന് ആലോചിച്ച് നോക്കും. ആക്ച്വലി എനിക്ക് തോന്നുന്നില്ല ഈ ഡിസ്കോഡിൽ തന്നെ കളിക്കാൻ പറ്റുമെന്ന്. മാക്സിമം കളിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, ഡിസ്കോഡിൽ തന്നെ ഇരുന്ന് കളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. എത്ര ടീം, എനിക്കത് ഇപ്പോഴും ഒരു ഫിക്ചർ കിട്ടിയിട്ടില്ല. ഇപ്പോൾ രജിസ്റ്റർ വന്നിട്ട് വേണം ഒരു ദിവസം ഇത്രയും മിനിറ്റ്. ഇപ്പോൾ ഒരു ദിവസം ഇത്രയും മാച്ച് കാണുമല്ലോ. ഇത്രയും മാച്ചിൽ ഒരു സെറ്റിൽ എത്ര കളിക്കണം, ഒരു സെറ്റിൽ എത്ര കളിക്കണം, അതിനുള്ള ഫിക്ചർ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ ഇത് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ 10 വെച്ചിട്ടാണെങ്കിൽ ഒരു 5 ടീമാണെങ്കിൽ തന്നെ എത്രയായി? 50 ആയി. മനസ്സിലായി? 50 പ്ലേയേഴ്സ് വി സിയിൽ ഇരിക്കണം. അപ്പം അതൊരു 10 പ്ലേയേഴ്സാണ് അറ്റ് ടൈം, 10 ടീമാണ് കളിക്കണമെങ്കിലോ അതിലൂടെ സംഭവം. മനസ്സിലായോ? 10 ടീം മനസ്സിലായ കളിക്കണമെങ്കിൽ ഇത് അറിയാൻ പറ്റത്തില്ല. 100 പേര് വി സിയിലോ? 100 പേർക്ക് വി സി ഇരിക്കാൻ പറ്റുമോ? 100 പേർക്ക് വി സി ഇരിക്കാൻ പറ്റുമോ ഗൈസ്? എനിക്കറിയത്തില്ല ഡിസ്കോഡിലൊക്കെ. പിന്നെ പ്ലസ് നമ്മളെ അഡീഷണൽ ആൾക്കാർ, അതായത് അഡ്മിൻസ്, മൊത്തം ഡിസ്കോഡിൻ്റെ അകത്ത് ഒരു സർവറിൻ്റെ അകത്ത് 100 പേർക്ക് ഇരിക്കാൻ പറ്റുമോ? 100 പേർക്കും പ്ലസ് അഡീഷണൽ ഒരു 120-125 പേർക്ക് ഇരിക്കാൻ പറ്റുമോ? എനിക്ക് അറിഞ്ഞൂടാ. നേരത്തെ അങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ടില്ല ഡിസ്കോഡിൻ്റെ അകത്ത്. പിന്നെ വാസോണ്ടോ കണ്ടിട്ടുണ്ടോ? പണ്ട് ജസ്റ്റ് വാസോണ്ട് ജനറൽ ചാറ്റിൽ വരാൻ പറഞ്ഞപ്പോൾ ഒരു ആൾക്കാർ വന്നു. അന്ന് വി സിയിൽ ലാഗായി, വി സിക്കകത്ത് സംസാരിക്കാൻ കേൾക്കാൻ പറ്റാണ്ട് മൊത്തം ഇതായിരുന്നു. അയ്യോ, അത് എനിക്ക് പണ്ട് ഓർമ്മയുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് അറിയത്തില്ല. അത് ഒരു വി സിയിൽ പറ്റൂല, മൾട്ടിപ്പിൾ വി സിയിൽ പറ്റും. അതാണ് മൾട്ടിപ്പിൾ വി സിയിൽ പറ്റുമെങ്കിൽ ഓക്കെ, നമുക്ക് നോക്കാം. എന്തായാലും നോക്കാം, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കാം. ഓക്കെ, അപ്പം അത്രയൊക്കെയാണ് കാര്യങ്ങൾ. ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും കൂടി ഞാൻ ലൈവിൽ കാണിച്ചു തരാം. ജസ്റ്റ് നിങ്ങൾ വരിക, ഡിസ്കോഡിൽ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ മെമ്പേഴ്സ് എല്ലാം ജോയിൻ ചെയ്തെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നിങ്ങൾ ഇവിടെ വരിക, രജിസ്ട്രേഷൻ സെൻ്ററോടെ വരിക, ഇവിടെ ക്ലിക്ക് ചെയ്യുക. നേരെ രജിസ്ട്രേഷൻ എല്ലാവരും കളിക്കുന്ന എല്ലാവരും ഈ സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യുക. അതായത് ഇവിടെ ലോഗിൻ ചെയ്യുമ്പോൾ ഡിസ്കോഡ് കാണിക്കും, ലോഗിൻ ചെയ്യുക. എന്നിട്ട് താഴെ സ്ക്രോൾ ചെയ്യുമ്പോൾ ടി വിയുടെ ഇത് വരും, X96 ഈഗിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്യുക. ഇവിടെ രജിസ്റ്റർ ടീം വരും. രജിസ്റ്റർ ചെയ്തിട്ട് ടീം പേര്, ലോഗോ, അതേപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾ അവിടുത്തെ ടൈപ്പ് ചെയ്യുക, ഡിസ്കോഡിലെ പേര് നിഞ്ച, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒക്കെ ടൈപ്പ് ചെയ്യുക, സബ് ചെയ്യുക, എന്നിട്ട് രജിസ്റ്റർ കൊടുക്കുക, രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, ഇവിടെ എന്തെങ്കിലും 100 ആൾക്കാർ ലോഗിൻ ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും മാക്സിമം ലോഗിൻ ചെയ്യുക. അതിൽ എല്ലാം കളിക്കുന്ന ആൾക്കാരായാലും എല്ലാവരും ലോഗിൻ ചെയ്യാം. യെസ്, എല്ലാവരും ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞ ശേഷം രജിസ്റ്റർ ചെയ്യുക. 10 ടീം 115 വരെ ആയിട്ടുണ്ട്. യെസ്, മൊത്തം ഇവര് ഈ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തേക്കുന്നത് 100 എത്രടാ? 115 വരെ ഇപ്പൊ ലോഗിൻ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ടൂർണമെന്റിന്റെ ആൾക്കാർ. നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. എല്ലാവരും ടീം രജിസ്റ്റർ ചെയ്തോ? ഇല്ല, അതിപ്പോ എന്ത് സംഭവം എന്ന് പറയാം, ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ഇത് ബാക്കിയുള്ള ടീമേറ്റ്സോട് ജോയിൻ ആവണവര്. അപ്പൊ അതിന്റെ ഒരു ഡിലേ ആണ്. എന്നുവെച്ചാൽ അത്ര പ്ലേസ് ലോഗിൻ ഉള്ളൂ. അവർക്ക് അതെ 10 പേർക്ക് കയറണം. ഇപ്പൊ ഡിസ്കോഡിലായതുകൊണ്ട് 10 പേര് കയറണം. ഡിസ്കോഡിൽ കയറണം, സൈറ്റ് എടുത്ത് അവര് കയറിയിട്ട് ഈ പറഞ്ഞ പോലെ ഡിസ്കോഡ് ജോയിൻ ചെയ്യണം. എന്നാൽ മാത്രമേ ഇവർക്ക് ഓരോ പ്ലേയേഴ്സിനെ ടൈപ്പ് ചെയ്തിട്ട് അവിടെ ഇടാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് ഇടാൻ പറ്റത്തില്ല. അല്ലാതെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരെ പേര് കിട്ടത്തില്ല. യെസ്, അതാ സെർച്ച് ചെയ്യുന്ന പേര് കിട്ടില്ല. അപ്പൊ എല്ലാരും ആ ടീമേറ്റിനോട് ഒന്ന് ലോഗിൻ ചെയ്യാൻ പറയാം. അണ്ണാ, നമ്മുടെ പയ്യന്മാരുടെ ടീം സെറ്റ് ആയി. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഗ്രൂപ്പിൽ? അവരെല്ലാരും ഒരു ലിസ്റ്റ് ഇടാൻ പറഞ്ഞപ്പം എല്ലാരും 30 വെച്ച് അങ്ങ് ലിസ്റ്റ് ഇട്ട്. കാരണം മനസ്സിലാ, 30 വെച്ചിട്ട് അങ്ങ് ലിസ്റ്റ് അങ്ങ് ഇട്ട്. പിന്നെ അവരിഞ്ഞ് അതിരുന്ന് സ്പ്ലിറ്റ് ചെയ്യണം. മനസ്സിലായി? ഏതൊക്കെ ടീമിൽ ആരൊക്കെ പോകണം എന്നുള്ള രീതിയിൽ. എന്നിട്ട് അവർ രജിസ്റ്റർ ചെയ്യും. യെസ്, അപ്പൊ എല്ലായിടത്തും തന്നെ ആയിരിക്കും. അപ്പൊ എല്ലാരും ഒന്ന് ഇതിങ്ങനെ ടീം സെറ്റ് ആവുണ്ടാവുള്ളൂ. അതുപോലെ ലോഗിൻ ചെയ്യാനൊക്കെ പറയണ്ടാവുള്ളൂ. അപ്പൊ അതിന്റെ ഇതാ.
അതിൻ്റെ ഡിലേ എന്തായാലും ഒരു നൈറ്റൊക്കെ ആകുമ്പോൾ ഗൈസ് നമുക്ക് രജിസ്ട്രേഷൻസ് വരും. യാ നൈറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എത്ര രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെന്നൊക്കെ. എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടിക്കറ്റ് വലിക്കാം. അത് റീസൺ പറഞ്ഞു ചുമ്മാ വലിക്കല. ഹായും അതില് ഹായ് ഇതും കൊടുക്കല. കാരണം കറക്റ്റ് റീസൺ പ്രോപ്പർ എന്താ റീസൺ അതിൽ ഓടിയിട്ടിട്ട് ടിക്കറ്റ് ഇപ്പൊ വലിക്കണം. ചിലവർക്ക് ലോഗിൻ ചെയ്തിട്ടും അവരെ പേര് വരുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ടിക്കറ്റ് വലിച്ചിട്ട് സംഭവം എന്താണെന്ന് മെൻഷൻ ചെയ്യാം. ടിക്കറ്റ് ചാനൽ ഇല്ലേ? എടാ 30+ ടീം ഉണ്ടെങ്കിൽ എടാ അതാടാ നമ്മളത് നോക്കിയിട്ട് പറയടാ. കാരണം നമുക്ക് അറിയത്തില്ല, ഇത് മൊത്തം ഒരു ചാർട്ട് വരയ്ക്കേണ്ടി വരും മൊത്തത്തിൽ. എങ്ങനെയാണ് ഇത് എന്നുവെച്ചാൽ ഡേ കൂടും, മനസ്സിലായി? ഇപ്പൊ നമ്മൾ ഡേ വെച്ചേക്കുന്ന 4 ദിവസമാണ് നമ്മളെ മൈൻഡ് ഇരിക്കുന്നത്. പക്ഷെ ഇങ്ങനെ ടീം കൂടുതലുണ്ടെങ്കിൽ നമ്മളെ ടൂർണമെന്റിന്റെ 4 ദിവസം ഡേയ്സിന്റെ എണ്ണം ഇല്ല, കൂടി, ഇല്ല. മനസ്സിലാവും? ടൂർണമെന്റ്സിന്റെ ഡേ കൂടിയിട്ട് ചിലപ്പോൾ അത് 7 ദിവസമാവും, 4 ദിവസമുള്ള. അന്നക്കുട്ടി വെൽക്കം ടു സ്ട്രീമടാ. അന്നക്കുട്ടി എനിക്ക് ബാൻ കിട്ടി, നീ എല്ലാം അറിഞ്ഞ ബാൻ കിട്ടി. ഓക്കെ, RDR ഫാനാണ് അന്നക്കുട്ടി, അതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ 3 ടീം സെറ്റ് ആക്കണ്ട ഒരു ഗ്യാങ്ങിൽ നിന്നൊക്കെ. അതുപോലെ ലീഡർ സെറ്റ് ചെയ്യണം, ഒരു ടീം പ്ലേയേഴ്സിന്റെ ലിസ്റ്റ് ഇടണം. അപ്പൊ അതൊക്കെ സെറ്റ്. അപ്പൊ എന്തായാലും സമയം എടുക്കും. നമ്മളിപ്പോ എല്ലാ കാര്യം പറഞ്ഞു തുടങ്ങിയ അതിൻ്റെതായ ഇതുണ്ടോ. ബാൻ കിട്ടിയതാ. ഇന്നലെ കയറി അങ്ങ് അറിഞ്ഞ് ഇംഗ്ലീഷുകാരൻ വരെ, എന്നിട്ട് ഇങ്ങോട്ട് വാടാ, എക്സ്ലാൻഡീസിലോട്ട് വാടാ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചില്ലേ, അതിന് കിട്ടി, അതിന് വേഷം കിട്ടി. ഞാൻ നോക്കട്ടെ എക്സ്ലാൻഡീസിന്റെ ഇതില് വല്ലമാര് വന്ന് നമ്മളെ ഒരു റിപ്ലൈ പോലും തന്നില്ലടാ. തരത്തില്ല, മനഃപൂർവ്വം തരത്താണ്. ടോപ്പിക് എക്സ് വലിച്ചവരൊക്കെ എക്സാ, നെയിം എക്സ്, സർവർ ID എക്സ്. ഓ, അത് കാണിക്കാത്തതല്ല നമുക്ക്. ഒന്ന് എനിക്ക്, ഒന്ന് ഹരിതി ബീസ്റ്റ്, ഒന്ന് മന്ദാര. ഇതാണ് ബാൻ. സൂപ്പർ ബാൻ ആയിരുന്നു. മലയാളത്തിൽ മാസ് അടിക്കേണ്ടായിരുന്നു. ഇതൊക്കെ ഇവിടെ ലോക്കൽ അല്ലടാ ഇതിപ്പോ അവർ റിപ്ലൈ തന്നിട്ടുണ്ടോ എന്നിട്ട് അതിനുള്ള ഒന്നും സംഭവം? തന്നില്ല, ഒന്നും തന്നിട്ടില്ല. അവര് റിപ്ലൈ രാത്രി ആകുമ്പോഴേ തരാൻ പറ്റത്തുള്ളൂ. അവര് റിപ്ലൈ തന്നിട്ട് ഞാൻ സിറ്റുവേഷൻ എടുത്ത ക്ലിപ്പ് അടക്കം വരെ എടുത്തിട്ട് ക്ലിപ്പ് എടുത്തയച്ച് കൊടുത്ത്. മന്ദാരം എന്തിനു ചെയ്തിട്ടാണെന്ന് എനിക്കറിഞ്ഞൂടാ, പാവപ്പെട്ടവൻ. മന്ദാരത്തിന് ബാൻ മാറും. എനിക്ക് ബാൻ കിട്ടാൻ ചാൻസ് ഉണ്ട് ചിലപ്പോ. ഞാൻ മദർ ഫക്കർ എന്നൊക്കെ പറഞ്ഞ് ഇതാക്കിയതേ ഉള്ളൂ. ഞാൻ വേറെ ഓസ് പറഞ്ഞില്ല എന്നാണ് എനിക്ക് തോന്നണത്. ഒന്നോ ആ റേഞ്ചിൽ എന്തൊക്കെ കാട്ടിക്കൂട്ടിന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. സത്യം പറയല്ല, ഞാൻ മര്യാദയ്ക്ക് പോയാലേ. ഇവന്മാരല്ലേ എന്നെ അടിച്ചു കൊന്നത് ചുമ്മാ ഇരുന്നിട്ട് RDM ചെയ്തത്. സത്യം പറഞ്ഞ ഇവന്മാർക്കെതിരെ ഞാനാണ് ടിക്കറ്റ് വലിക്കാനുള്ളത്. ഞാൻ എന്തിനു ചെയ്തിട്ടാണ് ഇവന്മാർ എന്നെ അടിച്ചു കൊന്നത്? സത്യം പറയല്ല, ഞാൻ ഇന്നലെ പോയിട്ട് ടിക്കറ്റ് വലിച്ചിട്ട് RDM എന്നും പറഞ്ഞ് അമ്മമാരെ പേര് വലിച്ചിട്ട് ഞാൻ എൻ്റെ കാര്യം നോക്കി RP ചെയ്ത് പോയാൽ മതിയായിരുന്നു. വെറുതെ അടിക്കാനെന്നും പറഞ്ഞ് ഞാൻ പോയി. ഇല്ല അന്ന, മറ്റേ മെഡിക്ക് വലിച്ചത് എനിക്ക് കിട്ടിയത് വാണിംഗ് ആയിരുന്നു. RDM എന്ന് പറഞ്ഞ് ഞാൻ കയറിയപ്പോൾ എനിക്ക് സെക്കൻഡ് വാണിംഗ് കിട്ടി അന്ന. പക്ഷെ എനിക്ക് കളിക്കാൻ പറ്റി. ഒരു വാണിംഗ് മാറി സെക്കൻഡ് വാണിംഗ് ആയി. അതെനിക്ക് കളിക്കാൻ പറ്റി. ഞാൻ രാവിലെ കയറി കളിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയപ്പോഴാണ് ഞാൻ വന്നിട്ട് വേല കളിക്കാൻ വേണ്ടി പോയി സ്നൈപ്പിന്റെ. അത് കഴിഞ്ഞ് 2 മണിയായപ്പോഴാണ് എൻ്റെ അടുത്ത് പറഞ്ഞ അണ്ണാ ഞാൻ മന്ദാര ലൈവ് ഇടാൻ വേണ്ടി സിറ്റി കയറിയപ്പോൾ ലൈവ് ഇടാൻ പറ്റുന്നില്ല. അപ്പം മനസ്സിലായ. അപ്പം ബാൻ, അണ്ണൻ്റെ ബാൻ വല്ലതും കിട്ടിയോ? അണ്ണൻ്റെ പേര് അവർ ടാഗ് ചെയ്തിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ പേരും ടാഗ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ അപ്പോൾ പോയിട്ട് ഇട്ട് ബാൻ ID എന്നും പറഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നു ഇവർ മറ്റേ നമ്മളെ സർവർ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ബാൻ മറ്റേ സംസാരിക്കാനാണ് വിളിച്ചേക്കുന്നത്. മനസ്സിലായ? You have discussing situation for around this ranch. You all of it. ആകട്ടെ, അതായത് മാനേജ്മെന്റിൽ ഈ പുള്ളിക്കാരി വന്ന് സംസാരിക്കുമെന്ന്. ഈ പുള്ളിക്കാരി വരും. പക്ഷെ ഈ പുള്ളിക്കാരിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എനിക്കിത് അപ്പോൾ മാറ്റി തരത്തില്ല. അപ്പം രുദ്രല്ലടി
സീനിയർ അഡ്മിൻ ദി മാഡ് ഫാദർ സർവർ സ്റ്റാഫ് മീഡിയ ടീം ന്യൂസ് പേപ്പർ പാർട്ട്ണർ എന്തൊക്കെ ന്യൂസ് പേപ്പർ അപ്ലിക്കേഷൻ ഓപ്ഷൻ പാസ് എന്തൊക്കെ ഉണ്ടാകുന്നത് ടീംസ് വല്ലതും ഇട്ടോ അവിടെ ഇല്ലടാ, അത് ടൈം എടുക്കൂടാ. ടീംസ് ഇടുമ്പോ നമ്മളിപ്പോ എന്തായാലും പറയാം. ഓക്കെ, ടീംസ് ഇടുമ്പോ എത്ര ടീം ഇട്ടെന്നേ പറയുള്ളൂ. ഏതൊക്കെ ടീമാണെന്ന് അണ്ണന്റെ ലൈവിൽ പറയാം. സ്റ്റീവിനൊന്നും ഇല്ലടാ, സത്യം പറയാം. സ്റ്റീവും കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇട്ടാലേ. ഞാൻ പറയട്ടെ ഗൈസ്, ഇത് എന്തിനാണ് ബാൻ ഞാൻ പറഞ്ഞുതരാം. ഇത് കറക്റ്റ് ഞാൻ പറയണെങ്കിൽ ഇത് അവരടിച്ചിട്ടിട്ട് നീല വന്ന് കൊണച്ചില്ലേ, അതിനാണ് ബാൻ. ആ സമയത്ത് സ്റ്റീവ് ഇല്ല അവിടെ. അവൻ അവിടെ നിന്ന് കൊണച്ചത് പിന്നെ എക്സ്ലാൻഡീസിലോട്ട് വരാൻ പറഞ്ഞതും TV ആണെന്ന് പറഞ്ഞതും, പിന്നെ അത് കഴിഞ്ഞ് മറ്റേ പ്ലെയറിന്റെ ഞാൻ ഇത്ര മണിക്കൂറെ കളിച്ചിട്ടുള്ളൂ, ഇത് ഞാൻ ഇത്ര ഇതൊക്കെയാണെന്ന് പറഞ്ഞാൽ അതിനാണ് ബാൻ. അതിന് മാത്രമാണ് ബാൻ. അതിനാണ് ബാൻ. അല്ലാണ്ട് അവര് വന്ന് അവരിങ്ങോട്ട് വന്ന് അടിച്ചിട്ടുണ്ട്, നമ്മൾ അങ്ങോട്ട് പോയി അടിച്ചതല്ല. അതൊന്നാത്തത് അവരടി കൊണ്ട് തോറ്റവിടെ കിടന്നതാ. മനസ്സിലായോ? ഇതിന് മാത്രമാണ് അത് ബാൻ. എനിക്കതല്ല വിഷമം. നോക്ക്, എന്റെ RDR ലൈവ് നിങ്ങൾ നോക്ക്. 17 മണിക്കൂർ 15 മണിക്കൂർ. അണ്ണ അപ്പോ ഞാൻ സ്റ്റോപ്പർ എന്തോ ചാറ്റ് സത്യം ഇവൻ ഒന്നും ചെയ്തില്ല. സത്യം പറയണേ, മന്ദാരൻ ഒന്നും ചെയ്തില്ല. ലിറ്ററലി അവനെ വഴി പോണവ എടുത്തിട്ട് അടിക്കുന്നു. അവിടെ ഞാൻ അങ്ങനെ നോക്കണെങ്കിൽ ഞാനൊന്നും ചെയ്തില്ല. ഉള്ള കാര്യം പറയണം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാനൊന്നും ചെയ്തില്ല. ഞാൻ മര്യാദക്ക് RPയും കളിച്ചുകൊണ്ടിരുന്നപ്പോൾ 2 കുള്ളന്മാർ വന്ന് എന്നെ അടിച്ചു കൊന്നു. മനസ്സിലാ? ഞാൻ എന്ത് ചെയ്ത്? എന്നിട്ട് രണ്ടാമത് അവന്മാർക്ക് പണിയാന്നും പറഞ്ഞ് നോക്കിയിട്ട് വീണ്ടും എന്നെ അടിച്ച് തലയടിച്ചു കൊന്നു. എന്നിട്ട് ഒരു കഴിവേറിയാണെങ്കിൽ നൈസായിട്ട് അവൻ ഇരുന്നിട്ട് EMS എന്ന് പറഞ്ഞ അവന്റെ വായിരിക്കണതും കേട്ട്. ലാസ്റ്റ് റാഞ്ചി ചെന്നപ്പം റാഞ്ചിൽ അവിടെ അടിയായിരുന്നെന്ന് മറ്റവര് കയറി നമ്മളെ അടിക്കാൻ വേണ്ടി വന്നവർ ഇവരെ കയറി അടിച്ചെന്നും ഇവരുടെ ഇടയിൽ ഒരു സ്റ്റോറി. സോ അവർക്ക് അവരെ സപ്പോർട്ട് ചെയ്യാന്നും പറഞ്ഞ് നമ്മളവിടെ ഇരുന്നു. ഞാനായി കൊടുത്ത ഷോപ്പൊക്കെ തുടങ്ങി. എടുത്ത സ്ലോട്ടൊക്കെ എന്റെ പ്ലാന്റ്. വാട്ട്, ഞാൻ നല്ലൊരു കിടില സർവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. വാട്ട്, യു കം വിത്ത് മീ ഇൻ ലൈക്ക് ഞാൻ കിടിലം സർവർ വാച്ചിന് വേണ്ടി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. വാറ്റ് ലെറ്റ്സ് ഗോ. നമുക്ക് പോവാം, നമുക്ക് ചേർക്കേറി പോവാം. നല്ല കിടില സർവറാണ്. വാച്ചിന് വേണ്ടി ഞാൻ അവിടെ കൊട്ടാരം പടിഞ്ഞു തരും. കൊട്ടാരം വാറ്റ് നമുക്ക് ഒരുമിച്ച് പോവാ. നമുക്ക് ഒന്നേന്ന് തുടങ്ങാം. ഒന്നു കൂടി തുടങ്ങാലോ.